ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. ഈ വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു വ്ളോഗിൻ്റെ ആരംഭമാണ്. കാരണം ഞാനും എൻ്റെ പയ്യന്മാരും കൂടെ നമ്മുടെ ഡ്രീമായിട്ടുള്ള ഒരു സംഭവം ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ ഇത്ര നാൾ കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ്, നമ്മൾ കേരളം വിട്ടിട്ട് ഉത്തരാഖണ്ഡിലേക്ക് പോകുന്ന ഒരു ട്രിപ്പ്. കാരണം നമ്മുടെ പിള്ളേരുടെയും പയ്യന്മാരുടെയൊക്കെ ഒരു ഡ്രീമായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നത് നമ്മളിന്നത് ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കേദാർകാന്തിലോട്ടുള്ള ട്രിപ്പിലാണ് ഗൈസ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് കുറച്ച് നേരമായി. ഞങ്ങൾ ഡൽഹിക്കുള്ള ട്രെയിനകത്ത് കയറി. ഞാൻ ഇവിടെ വരെ എങ്ങനെ എത്തി എന്നുള്ളൊരു വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് വരിക ഗൈസ്. ഓക്കെ, ഗൈസ് വിജയനെ ആക്കിയിട്ട് പോവാണ് ഗൈസ്. ബൈ. ചെറുക്കൻ പോയി കേദാർകന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരട്ടെ. ഏറ്റമ്മ ഷാനു ടാറ്റാ ഗൈസ്. ഷാനു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റെൻ്റെ നമ്മളെ ബിമിനലിനാണ് ഇങ്ങോട്ട് പറ്റുള്ളത്. നമ്മളിപ്പോൾ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ മേ ആയക. ബിമിലണ്ണനും അഖിലണ്ണനുമാണ് നമ്മളെ ഇങ്ങോട്ടാക്കിയത് ഗൈസ്. ടാറ്റാ ഗൈസ്. ഗൈസ് പുനലൂർ എത്തി ഗൈസ്. യുവമാര് പുനലൂർ എത്തി ഗൈസ്. മിക്കവാറും കുന്നിക്കോട് വരെ ഇവിടെ ഉണ്ടേണ്ടി വരും. ഹലോ ഗൈസ്, നമ്മള് തമിഴ്നാട്ടിൽ എവിടെ എത്തി? എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. എത്ര മണിയാണ്? ഭയത്തെ ഇപ്പൊ 100ാം കാണിക്കുന്നു. എവിടെ? ഗൈസ് 11:37 ആയി. ഇപ്പോഴാണ് ഞാൻ ഇടിഞ്ഞ തിരക്കാണ്. ഇടിഞ്ഞ തിരക്ക് രക്ഷയില്ല. പയ്യന്മാരെല്ലാം ഇവിടെ ഉണ്ട്. ഇടിഞ്ഞ തിരക്കാണ്. ഇതാണ് നമ്മുടെ മുമ്പായം. ഇവിടെ തിരുവനന്തപുരംകാരനാണ് ഗൈസ്. തിരുവനന്തപുരത്തുള്ളതാണ് മുമ്പായം. ഇവൻ ചെന്നൈയിലോട്ടാണ്. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇത് ഇത്ര നേരം നിൽക്കുക, കൊല്ലൂരോട്ട് ഇങ്ങ് വരെ നിൽക്കുക, ഒറ്റ നിൽക്കും. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ്. അപ്പോഴാണ് ഞാൻ മേലിൽ കയറി നിൽക്കുന്നത്. നമ്മൾ വില്ലുപുരത്തായി ഗൈസ്. ഒരു ദിവസം വില്ലുപുരം ആൻഡ് വെളുപ്പിനെ 3:30-3:45 ഗൈസ്. ഈ സമയത്താണ് നമ്മൾ വില്ലുപുരം ജംഗ്ഷനിൽ ഒന്ന് ചാടിയേക്കുന്നത്. സോ നമ്മുടെ ജേർണിയുടെ ആദ്യത്തെ സ്റ്റോപ്പാണ് വില്ലുപുരം ഗൈസ്. നമുക്കിപ്പം ഇവിടുന്ന് പോണ്ടിച്ചേരിക്കുള്ള ടിക്കറ്റ് എടുക്കണം. പോണ്ടിച്ചേരിക്കുള്ള ടിക്കറ്റ് അമീറും ശ്രീത്തും കൂടെ എടുക്കാൻ നിൽക്കുന്നു ഗൈസ്. ഇവിടുന്ന് നമ്മളപ്പം നേരെ പോണ്ടിച്ചേരിയിലേക്കാണ് പോകുന്നത്. ഇല്ലേ തമ്പി കീഴെ ഇറങ്ങിപ്പോ. അതെ ഗൈസ്, നമ്മൾ പുണ്ടൈച്ചേരി എത്തി ഗൈസ്. നമുക്കിനി 750 മീറ്റർ നടക്കാനുണ്ട് എന്നാണ് ഹരിയണ്ണൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്, സ്വാമിയണ്ണയാണ് പറഞ്ഞത് 750 മീറ്റർ നടക്കാനുള്ളത്. രാവിലെ നടക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഗൈസ്. ഗൈസ്, വി ആർ സീയിങ് സൺറൈസ്. ഇതാണ് നമ്മുടെ വെമ്പായം. ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിൻ്റെ ഇടയിൽ വരുന്നവനാണ് ഭൈ. എൻ്റെ മുടി കളർ ചെയ്തൊന്നും അറിയുന്ന പോലും ഇല്ല. നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്ത പാലം കാണിച്ചു. ഏതോ സ്നേഹക്കൂടോ കിളിക്കൂടോ ഏതോ സിനിമ ഷൂട്ട് ചെയ്ത പാലമാണ് കഴിച്ചത്. ഏതാണെന്നറിയത്തില്ല, പുള്ളിക്കാരൻ പറയുന്നത് കേട്ട്. നമുക്കപ്പം ഇവിടുന്ന് വൈകിട്ടേ ഉള്ളൂ ഗൈസ് ട്രെയിൻ ഡൽഹിയിലോട്ട്. അപ്പം നമ്മൾ വൈകിട്ട് വരെ പോണ്ടിച്ചേരിയും മറ്റേ ചേരിയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ഇവിടുത്തെ വീഡിയോയും വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ
അപ്പം ഈ ഫസ്റ്റ് പാർട്ട് വ്ളോഗ് മിക്കവാറും മൊത്തവും പോണ്ടിച്ചേരിയിലായിരിക്കും. ഓക്കെ, പോണ്ടിച്ചേരി മീൻസ് തമിഴ്നാട്ടിലുള്ള ഒരു ചെറിയ കേന്ദ്രഭരണ പ്രദേശം അല്ലടാ? യെസ് ഗൈസ്. ഗൈസ് ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് റിപ്പബ്ലിക് ഡേയുടെ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് ഗൈസ് പിള്ളേർക്ക്. അപ്പം ബിസിന്ന് ഇപ്പം ഇന്നെത്രടാ? ഇന്ന് 19, ഇന്ന് ജനുവരി 19 ഗൈസ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണെന്നാണ് തോന്നുന്നത്. പോലീസ് മറ്റേ സംഭവമൊക്കെ ഉണ്ട്, ബാൻഡ് മേളം സംഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട് ഗൈസ്. ഇപ്പം ആ പരേഡിൻ്റെ പ്രാക്ടീസ് നടക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഇല്ലടാ, ഇതാണ് നമ്മുടെ ചെറുതായിട്ടൊന്ന് വഴിയും തെറ്റി. അമ്മമാർ നേരെ പെട്ടെന്ന് നടന്നു പോയി. നമ്മളിപ്പം ഈ പുള്ളിക്കാരാണ് മറ്റേ കൂത്ത് PP ഒക്കെ വാങ്ങിച്ച അവിടെ നിന്ന് സെറ്റായിട്ട് വാങ്ങിച്ച ഗൈസ്. സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള പോലീസുകാരാണ്, അവരാണിത് വായിച്ചത് ഗൈസ്. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് പോണ്ടിച്ചേരി വന്നിട്ട് പൂരി കഴിക്കാം ഗൈസ്. പോണ്ടിപ്പൂരി. കുഴപ്പമില്ല, ബായ് വെച്ച് കഴിക്കാൻ പറ്റുന്ന പൂരിയാണ്. കഴിച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടെ ഗൈസ്. നമ്മളിപ്പം ബസ് സ്റ്റാൻഡിലോട്ട് പോകണം ഗൈസ്, പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിലോട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത് പോണ്ടിച്ചേരി മാർക്കറ്റ് റോഡ് വഴിയാണ്. അതായത് പോണ്ടിച്ചേരി മാർക്കറ്റാണ് ഗൈസ്. കണ്ട, തക്കാളി, പച്ചക്കറി, സവാള, ക്യാരറ്റ്, എല്ലാ പരിപാടിയും ഉണ്ട്. കണ്ട, വൈബ് സ്പോട്ടാണ് ഗൈസ്. ഇവിടെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ഇതേ പോവും. അപ്പം ഇതാണ് പോണ്ടിച്ചേരി മാർക്കറ്റ്. ഓക്കെ ഗൈസ്, പോണ്ടിച്ചേരി മുനിസിപ്പാലിറ്റി രാജീവ് ഗാന്ധി സ്മാർട്ട് ബസ്. ഈ ബസ്സിലാ കയറുന്നില്ലേ? ആ നിങ്ങളോട് ഏറാ ഗൈസ്, നമ്മുടെ ബസ് വന്ന് ഏറാ ഗൈസ്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്, ചെന്നൈക്കുള്ള ബസ്. അങ്ങോട്ട് പോടാ, പുറകെ പോടാ പോങ്ങടാ ഗൈസ്. നമ്മൾ ചെന്നൈക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇനി ചെന്നൈ എത്തിയിട്ട് ബാക്കി വിശേഷമൊക്കെ പയ്യന്മാരൊക്കെ ചെന്നൈ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ സെൻട്രൽ ചെന്നൈയിലെ തെരുവോരങ്ങളിലൂടെ നടക്കുകയാണ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ എന്ന പേരിൽ ഇതുവരെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടില്ല. ചേട്ടാ, ഞാൻ ഇതെന്താ മലയാളം പറയുന്നത്? നമ്മൾ ഇതുവരെ ഫുഡ് കഴിക്കാർക്കാக എത്തിയിട്ടില്ല. நம்ம அந்த போய்கிட்டே இருக்குது. இது வந்து ஒரு சென்னையில் ஒரு பெரிய ஸ்ட்ரீட்டு. இங்கே வந்து அடுக்கடுக்கு பில்டிங்கு, ரொம்ப ஜாஸ்தியான பில்டிங்கு, சின்ன பில்டிங்கு. இது வந்து சின்னதும் பெரியதும் எல்லாம் இருக்குடா. இது வந்து நம்ம பசங்க தான். இப்போ வந்து நம்ம கேமராமேன் அமீர், இது வெஞ்சேம்பு. நம்ம இப்போ ஒரு சின்ன ஸ்ட்രീറ്റിലൂടെ നടന്നിട്ട് പോയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഹോട്ടൽ കാജ ഹോട്ടൽ, സെൻട്രൽ ചെന്നൈ. ഇതിപ്പം അകത്തോട്ട് കയറി കഴിക്കാം എന്താ ഉള്ളതെന്നും എന്തിനാ കഴിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാം ഗൈസ്. ഓക്കെ, കാജ ഹോട്ടൽ, സെൻട്രൽ ചെന്നൈ. ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് കൈ കിട്ടും. അപ്പോൾ ഇവിടെയും വെട്ടലുണ്ട്. പക്ഷേ ഇത് ഇവിടെ വെട്ടലുണ്ട്, വലിയ കുഴപ്പമില്ല. രാജ ഹോട്ടലിലെ ചിക്കൻ ബിരിയാണിയാണ്. ഇതില്ല, ഒരു രക്ഷയില്ല. ചിക്കൻ ബിരിയാണി നമ്മളെ കേരളത്തിലെ ബിരിയാണി കൊണ്ട് മസാലയൊന്നുമില്ല. മസാല ഓൺലി റൈസ്. ഗൈസ്, ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോകണം ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഓൾറെഡി ബുക്ക്ഡാണ്. പയ്യന്മാർ വരാൻ വെയിറ്റ് ചെയ്യണം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറണം ഗൈസ്. ഓക്കെ
പുറത്തെ സൈഡാണിത്, അകത്തെ വശം. ഓക്കെ, പയ്യന്മാർ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി നേരത്തെ നമ്മുടെ ട്രെയിൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അവിടേക്കാണ് നമ്മൾ പോണത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് ഇത്രയും വരെ, അതായത് ഇന്നലെ തൊട്ട് തുടങ്ങിയ വീഡിയോ ഈ ദിവസം വരെ പാർട്ട് 1 ആയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഇനി പാർട്ടായിട്ട് നമ്മൾ കേദാർകന്ത് പോകുന്നത് വരെ ഇടും എന്നൊരു ഉറപ്പ് വന്നുകൊണ്ട്, പാർട്ടായിട്ടെല്ലാം ഇടും എന്നൊരു ഉറപ്പ് വന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാനിപ്പം ഡൽഹിയിലേക്കുള്ള ട്രെയിനിനകത്താണ്. പിന്നെ ബാക്കി നാളെ തൊട്ടുള്ള വിശേഷങ്ങൾ പാർട്ട് 2 വരുന്നതാണ്. നിങ്ങൾ എന്തോരം കാണണം ഗൈസ്. അപ്പം ഐ ലവ് യു ഗൈസ്. നിങ്ങളെല്ലാവരും എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു.